ശ്രീ ഐ സി ബാലകൃഷ്ണൻ. സർ, ഈ കാർഷിക മേഖലയിൽ പ്രതിസന്ധികളെക്കുറിച്ച് കർഷകർ നേരിടുന്ന കാര്യങ്ങളാണ് സബ്മിഷനായി ഇവിടെ അവതരിപ്പിക്കുന്നത്. സർ, കാർഷിക മേഖലയിൽ നിന്ന് പ്രയാസം നേരിടുകയാണ്. വിവിധ ബാങ്കുകളിൽ നിന്നും വയനാട്ടിലെ കർഷകർ വിവിധ ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുകയും ലോൺ അടയ്ക്കാൻ കഴിയാത്ത ചില കാരണങ്ങൾ വയനാട് ജില്ലയിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കോവിഡ് കാലഘട്ടം, 2018 പ്രളയം, 19 മഹാപ്രളയം, അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷിനാശം, വരൾച്ച, ഇതൊക്കെ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് സാർ. മാത്രമല്ല, ഈ ലോൺ എടുത്ത പല കർഷകനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് വിവിധ ആസ്പത്രികളിലും അതോടൊപ്പം തന്നെ ചികിത്സ ഹാജരാവുകയും കൂടാതെ ഈ മാരകമായ അസുഖം പിടിപെട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാർ. മാത്രമല്ല, ഇത്തരം കുടുംബങ്ങളെടുത്ത ലോണ് അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സഹകരണ മേഖലയിലൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നു ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നുള്ളത്. അത് വലിയ പ്രായോഗികമായുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല സാർ. ഇന്ന് കർഷകർ കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കും ലോൺ എടുത്തു. പക്ഷെ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർക്ക് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ലോൺ അടയ്ക്കാമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ന് അടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നടക്കുന്നു സാർ. അവിടെ RR നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ കോടതി വിധി അനുസരിച്ചുള്ള ജപ്തി നടപടികൾ, ഭൂമി അറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ വയനാട് ജില്ലയിലെ കർഷകരിന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി കാണാതെ പോകാൻ കഴിയില്ല. മാത്രമല്ല സാർ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഏക്കർ കണക്കിന് ഭൂമിയിലെ കുരുമുളക്, കാപ്പി ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കരിഞ്ഞുണങ്ങി സാർ. അവർക്ക് പിന്നീട് വരുമാനം ഒന്നും ലഭിച്ചിട്ടില്ല, ലോൺ അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ ലോൺ എടുത്ത ലോണേഴ്സിന് ആവശ്യമായൊരു സിറ്റിംഗ്, ഇപ്പോൾ കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗ് നടത്തുന്നുണ്ട്. ഇവർക്ക് ലോണേഴ്സിൻ്റെ ഒരു സിറ്റിംഗ് നടത്തി പലിശയും ഈ സാഹചര്യത്തിൽ പലിശയും കൂട്ടുപലിശയും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് എടുത്ത മുതൽ ഗഡുക്കളായിട്ട് അടച്ച് തീർക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്. നിയമനിർമ്മാണം കൊണ്ടുവരാൻ പറ്റിയാൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ഈ സബ്മിഷനിൽ കൂടി ആവശ്യപ്പെടാൻ. സാർ, ഈ സബ്മിഷൻ്റെ വിശദമായ മറുപടി ഉണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. അതിനകത്ത് സഹകരണ മേഖല സംബന്ധിച്ചാണ് കാര്യമായി ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റുന്നത്. സാർ, അത് സംബന്ധിച്ച് നമ്മുടെ കടാശ്വാസ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളും ഈ വർഷം 22,86,90,000 രൂപ സംസ്ഥാന ബഡ്ജറ്റിനകത്ത് കടാശ്വാസ കമ്മീഷൻ വഴി വിതരണം ചെയ്യാൻ വെച്ചിരിക്കുന്ന അടക്കം ഇതിനകത്തുണ്ട്. അതിനകത്ത് 10,36,00,000 രൂപയിലധികം വിതരണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട അങ്ങയോട് ഉന്നയിച്ച പ്രശ്നം പ്രധാനമായിട്ടും നാഷണലൈസ്ഡ് ബാങ്കുകളുമായി നേരിട്ട് നിയമനിർമ്മാണം നടപ്പിലാക്കുന്നതിന് പ്രശ്നമുണ്ട്. എന്നാലും BSLB ബാങ്കുകാരുടെ സംസ്ഥാന തലത്തിലുള്ള കൺസൾട്ടേറ്റ് സമിതിയായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയാം. നേരത്തെ തന്നെ വയനാട് പോലെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സഹകരണ മേഖലയിലുള്ള വിവിധ പദ്ധതികൾ തുടരും. അത് നമ്മൾ ശ്രദ്ധപ്പെടുത്തുകയും അവരെ ഇടപെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താം. ഇത് ഉള്ള പരിമിതിയുണ്ട്, കാരണം ഈ കോടതി ഉൾപ്പെടെ ആ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് നമുക്ക് പരിമിതി പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിനകത്ത് ഇടപെട്ടിട്ട് അവരുടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി